കല്യാണത്തലേന്നുള്ള റിസപ്ഷൻ ഇറങ്ങിയതാണ്. അവിടെ അടുത്തൊരു ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാം വക്കീലന്മാരാണ്. എനിക്കാണെങ്കിൽ ആരെ അറിയാൻ വയ്യ. ഞാനും അമലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരുന്നു. അവസാനം ഞാൻ ഡൈഷനോട് ചോദിക്കേണ്ടി വന്നു, ആക്ച്വലി നമുക്ക് ഈ റിസപ്ഷൻ ഇൻവിറ്റേഷൻ ഉണ്ടോയെന്ന്. ചെറുക്കനും പെണ്ണും ഒക്കെ സ്റ്റേജിൽ വന്നു. നല്ല രസമായിരുന്നു. അവരുടെ പ്രോഗ്രാമും പുടവ കൊടുക്കലും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷ് വക്കീലും മോനോടെ വന്നു. അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബോറടി മാറിയത്. അവനും ഞങ്ങളെ കൂട്ട് ഒരേ ടീമിലായി. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ കയറി പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഡ്രസ്സിനെ പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തപ്പോൾ എനിക്ക് യെല്ലോ ഡ്രസ്സ് ഭയങ്കര ഭംഗി പോലെ തോന്നിയെങ്കിലും ഇട്ടപ്പോൾ ആ ഒരു പെർഫെക്ഷൻ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം എൻ്റെ അഭിപ്രായം തന്നെയാണോ നിങ്ങളുടേതെന്ന് കൂടെ അറിയാമല്ലോ. പിന്നെ ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ഞാൻ മെയിനായിട്ട് കഴിച്ചത് പാലപ്പവും ചിക്കനും അതേമാതിരി ബീഫും സ്റ്റൂവും ഒക്കെയാണ്. പിന്നെ കുറച്ച് സാലഡ്, അതേമാതിരി കപ്പയും മീൻ കറിയും, ഡെസേർട്ടായിട്ട് ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമുൻ, ഇത്ര സാധനങ്ങളാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കൊല്ലം കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി രാത്രിയിൽ. ആ സമയത്ത് എന്നെ പട്ടിയിട്ട് ഓടിച്ചു ഗൈസ്. ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നതാണ്. കുറേ പട്ടികൾ എൻ്റെ പുറകെ വന്ന്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം കാറിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു ചേട്ടൻ വന്ന് രക്ഷിച്ചെടുക്കുമായിരുന്നു. ഭാഗ്യത്തിന് കടിയൊന്നും കിട്ടിയില്ല. അതൊന്നും വീഡിയോയിൽ എടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഒരു പള്ളിയിൽ പെരുന്നാൾ. ഇത് കാണുമ്പോഴാണ് എനിക്ക് എവിടെ ഇങ്ങനെ പടക്കം പൊട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷം നാളെ. ബൈ.